ഒരു കിടിലൻ കാഴ്ച കേട്ടോ കാണിച്ചു തരാവേ. കിടിലനായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്തൊരു ഗാർഡനാണ്. നല്ല പച്ച വിരിച്ച ഗാർഡൻ. റോയൽ പവലിയനിലേക്കാണ് പോകുന്നത്. ഫുള്ള് സ്വർണ്ണ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ബുദ്ധൻ്റെയൊക്കെ പ്രതിമകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു വലിപ്പം കാണണമെങ്കിൽ എവിടെ പോയി നിന്നാൽ മതി. കണ്ടില്ലേ, ഇത്രയും വലിപ്പമുണ്ട് ഇതിന്. പിന്നെ ചുറ്റും ആരാന്നറിയില്ല, ഒരു വ്യാളിയുണ്ട്, ഒരു ദേവിയാന്ന് തോന്നുന്നു, അവരുണ്ട്. ചക്രമുണ്ട്, ഒരു മാനുണ്ട്. ഇത്രയും ഹൈറ്റ് ഉണ്ട്. അടുത്ത വേറെ ബുദ്ധൻ. റോയൽ പവലിയൻ. ഹായ്, നമ്മളിപ്പോൾ റോയൽ പവലിയനിലേക്കാണ് പോകുന്നത്. സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഫുള്ള് സ്വർണ്ണ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. നല്ല കാഴ്ചകളൊക്കെയാണ് മുകളിലേക്ക് പോകുന്നത്. റോയൽ പവലിയൻ. നിങ്ങൾ ഈ പുറകെ കാണുന്നത് കണ്ടോ, ഇതൊരു വീട്ടിലും കാഴ്ചയാണ്. ഗാർഡനുകളുടെ നല്ല അടിപൊളിയായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു റോയൽ പവലിയൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അതിൻ്റെ തൊട്ട് പുറകിലാണ് ഈ ഒരു ഗാർഡൻ വിശാലമായിട്ട് തന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ തായ്ലൻഡിൽ പട്ടായയൊക്കെ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വരണം. നൂഗുച്ച് വില്ലേജിലേക്ക് പ്രവേശിക്കുകയാണ്. 600 ഏക്കറിനെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഓണർ നൂഗുച്ച് എന്ന് പറഞ്ഞ ഒരാളാണ്. അതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ യങ്ങർ സിസ്റ്റർ എന്നാണ്. പുള്ളിക്കാരി മരിച്ചുപോയി. അപ്പോൾ പുള്ളിക്കാരിയുടെ മോനും മോളൊക്കെയാണ് ഇതിപ്പോൾ നോക്കുന്നതെന്നാണ് പറഞ്ഞത്. ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട്, നല്ല ക്വാളിറ്റി ആണെന്നാണ് പറഞ്ഞത്. പുറകിലൊരു വിശാലമായ ഗാർഡനും സംഭവങ്ങൾ കാണാം. പുറകിലൊരു ആന വരുന്നു. ഫേമസ് ഡ്യൂരിയൻ ഫ്രൂട്ട്.